نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LSSന്റെ കുട്ടികളാണ് അല്ലേ LSSന്റെ കുട്ടികളല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആരാണ്? LSS എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഇപ്രാവശ്യം നമുക്ക് LSS കിട്ടും, ഉറപ്പുള്ള കാര്യമല്ലേ. 40 മാർക്കല്ലേ, 48ഓളം മാർക്ക് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എഴുതി നമ്മൾ വാങ്ങിയിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്, സെറ്റാണ്. നിങ്ങൾ റെഡിയാണോ? ഓക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസര പഠനമാണ്, EVS ആണ്. EVSൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ് നമ്മൾ നോക്കുകയാണ്. നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതങ്ങോട്ട് കവർ ചെയ്തു പോകും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ബുക്ക് എടുക്കുക. നോട്ട് ബുക്ക് എടുത്തിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. ഇത് വീഡിയോ കഴിയുമ്പോൾ എത്ര ചോദ്യമാണോ ഇതിൽ പറയുന്നത് ആ ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെ അടീൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഓക്കെ, റെഡി? നമ്മൾ പഠിക്കൂലേ നമ്മള്, ഉറപ്പാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ള മറന്നു പിന്നെ പറയാൻ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ്, മറ്റുള്ള മെറ്റീരിയൽസ്, കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ വാട്സപ്പിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ കയറുക. പിന്നെ നമ്മളെപ്പം പറയുന്ന സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കാര്യത്തിലേക്ക് പോവാണ്. EVSന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വയലും വനവും എന്ന് പറയുന്ന നമ്മുടെ പാഠം, വയലും വനവും എന്ന് പറയുന്ന നമ്മുടെ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഏതാ കരയിലെ ഏറ്റവും വലിയ ജീവി? മറന്നു പോവാൻ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഏതാണ്? വേഗം പറഞ്ഞോ, ഏതാണ്? ആനയാണ് അല്ലെ. കരയിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ആനയാണ്. ഓക്കെ. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് EVSലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വയലും വനവും എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ മറ്റുള്ള വിഷയങ്ങളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പൊ നിങ്ങൾ റെഡിയായി സെറ്റായി നിൽക്കണം. നമുക്ക് നോക്കാം. റെഡി? ഓക്കെ. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. നേരത്തെ നമ്മൾ ചോദിച്ചത് കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്നാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞു, ഏതാണ്? ആനയാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് അതിന്റെ ഉത്തരം? നീലത്തിമിംഗലമാണ്. മറന്നുപോലല്ലോ, നീലത്തിമിംഗലം. ഒന്ന് നമ്മൾ ആന പഠിച്ചു. ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, പറയട്ടെ, അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾ എഴുതി വെക്കണം. അടുത്തത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏത്? ഏതെടുത്തൊരു പറയുന്നത്. ഈ 3 ചോദ്യം വന്നിട്ട് ഇതിന് ഉത്തരം എഴുതാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ LSS എഴുതണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരാണ് ഇത്. മത്സ്യത്തിന്റെ ശ്വസനാവയവം എന്ന് പറയുന്നത് അതിന്റെ ഈ സൈഡ് ഇങ്ങനെ കളിക്കുന്ന ഈ ഒരു ഭാഗം അല്ലെ, ശകുലങ്ങള്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ അതിന് പറയും, ചെകിളപ്പൂക്കൾ അല്ലെ. ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കളിക്കുന്നത് കാണാം അല്ലെ. നമ്മുടെ മീൻ അക്വേറിയത്തിലൊക്കെ ഇടുമ്പോ അതിങ്ങനെ കളിപ്പിക്കുന്നത് കാണാം അല്ലെ. ആ ഒരു ഭാഗമാണ് അതിന്റെ ശ്വസനാവയവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് ഏത് ഉപയോഗിച്ചാണ്? ഈസി ക്വസ്റ്റ്യൻ. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ LSSന് 80 മാർക്കാണ്. 80 നമ്മൾ വാങ്ങും ഇല്ലേ. തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് ഏതുപയോഗിച്ചാണ്? മൂക്കുകൊണ്ടാണോ? അല്ല. ഏതാണ്? അതിന്റെ ത്വക്ക് കൊണ്ടാണ് അല്ലെ. ത്വക്ക് കൊണ്ടാണ്. ത്വക്ക് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ത്വക്ക് അല്ലെ. ഓക്കെ. അടുത്തത് വരുന്നത്, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ, അതായത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരെന്ത്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന സവിശേഷതകൾക്ക് പറയുന്ന പേരെന്ത്? ഒരു ജീവിക്ക്, മനുഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു ജീവി, അതിൻ്റെ ഒരു ജീവിക്ക് അതിൻ്റെ ആ ഒരു ഭാഗത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന സവിശേഷതകൾക്ക് പറയുന്ന പേരാണ് അനുകൂലനം. എന്താ പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത് അതിനാണ് അല്ലെ. ഓക്കെ. അടുത്ത നോക്കുമ്പോ നമ്മൾ പറഞ്ഞ എന്താ
ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക്, ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക്, അല്ലെ, ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരാണ് അനുകൂലനം. അനുകൂലനം. ഓക്കെ, അടുത്തത് നോക്കാം. തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്ത്? തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് എന്താ? വാൽമാക്രി, അല്ലെ? വാൽമാക്രി. തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരാണ് വാൽമാക്രി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വാലില്ലാത്ത ഉഭയജീവി ഏത്? വാലില്ലാത്ത ഉഭയജീവി ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാലില്ലാത്ത ഉഭയജീവി ഏതാണത്? ഏതാണ്? തവളയാണ്, അല്ലെ? തവളയാണ്. വാലില്ലാത്ത ഉഭയജീവി തവളയാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ജലത്തിലും കരയിലുമായി ജീവിത ചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? അതായത് ജലത്തിലും കരയിലുമായി ജീവിക്കുന്ന, ജലത്തിലും വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് എന്ത്? ഇപ്പൊ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഉഭയജീവികൾ, അല്ലെ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, നമ്മുടെ സംസ്ഥാന മത്സ്യം ഏത്? നമ്മുടെ സംസ്ഥാന മത്സ്യം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏത്? ഓക്കെ, നമ്മുടെ സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം. ഏതാ നമ്മുടെ സംസ്ഥാന മത്സ്യം? ഏതാണ്? കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്, അല്ലെ? ഏതാണ്? കരിമീനാണ്. ഓക്കെ, ഇനി അടുത്തത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ്? ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ്? നമുക്കറിയോ? ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സാലമാൻഡർ. ഏതാണ്? സാലമാൻഡർ ആണ്. അലക്സാണ്ടർ എന്നൊക്കെ കേട്ടിട്ടില്ല? അലക്സാണ്ടർ എന്ന് ആലോചിച്ചാൽ സാലമാൻഡർ. ഏറ്റവും വലിയ ഉഭയജീവി ഏത്? അലക്സാണ്ടർ, സാലമാൻഡർ, അലക്സാണ്ടർ, സാലമാൻഡർ, അല്ലെ? അപ്പൊ അലക്സാണ്ടർ എഴുതി വെക്കരുത്, അലക്സാണ്ടർ ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്, അല്ലെ? സാലമാൻഡർ. ഓക്കെ, സാലമാൻഡർ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അപ്പോ നമ്മൾ പറഞ്ഞു സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത് കരിമീനാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഉഭയജീവി എന്ന് പറയുന്നത് സാലമാൻഡർ ആണെന്ന് പറഞ്ഞു, അല്ലെ? ഇനി അടുത്ത ചോദ്യം വരുന്നത്, ജലജീവിയായ ഞണ്ടിന് എത്ര കാലുകളുണ്ട്? എത്ര കാലുകളാണ് ജലജീവിയായ ഞണ്ട്? നോക്കൂ, എല്ലാ ജീവജാലകങ്ങളുടെയും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു അജീവിയ ഘടകം ഏത്? അതായത് എല്ലാ ജീവജാലകങ്ങളുടെയും ജീവൻ നിലനിർത്താൻ ആവശ്യമായ അജീവിയമായ ഒരു ഘടകം ഏത് എന്നുള്ളതാണ്. ഏതാണത്? വായു. ജീവൻ നിലനിർത്താൻ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഒരു അജീവിയമായ ഒരു ഘടകമാണ് ഏത്? വായു എന്ന് പറയുന്നത്, അല്ലെ? വായു. ഏതാണ്? വായു ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ചോദ്യം നമ്പർ 13 ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ ഏത് എന്നാണ്. ഓക്സിജൻ പാർലർ, ഐസ്ക്രീം പാർലർ എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ ഏതാണ്? കാവുകളാണ്. ഏതാണ്? കാവുകൾ, അല്ലെ? കാവുകൾ എന്നാണ് നമുക്ക് അതിന്റെ ഉത്തരം വരുന്നത്. കാവുകൾ. ഓക്സിജൻ പാർലർ, ഐസ്ക്രീം പാർലർ, ഓക്സിജൻ പാർലർ, അല്ലെ? ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്നത്, അല്ലെ, ഏതൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ കഴിയും. കാവുകൾ എന്ന് എഴുതാൻ വേണ്ടി കഴിയും. ഓക്കെ, റെഡി. ഇനി അടുത്തത് കഴിഞ്ഞു. ചോദ്യം നമ്പർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതാ ഇന്ത്യയുടെ ദേശീയ ജലജീവി? ഒരു ഡോൾഫിൻ ആണ്. ഡോൾഫിന്റെ മുമ്പ് ഒരു പിന്നെ പേരും കൂടെ ചേർക്കണം. എന്താണെന്നറിയോ? ഗംഗ ഡോൾഫിൻ. ഗംഗേ എന്നുള്ള പാട്ട് ഓർമ്മിച്ചാൽ മതി. ഗംഗാ ഡോൾഫിൻ, അല്ലെ? ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗംഗാ ഡോൾഫിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളത് പഠിച്ചു, അല്ലെ? ഓക്കെ.
അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറഞ്ഞത് ഗംഗാ ഡോൾഫിൻ ആണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത്? ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത്? ഈസി അയല. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയലയാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം. അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൻ്റെതാണെങ്കിൽ ഏതാണ്? നമ്മുടെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, രണ്ടിലും കിട്ടി. അയല ഇന്ത്യയുടേതാണ്, കേരളത്തിൻ്റെത് കരിമീനാണ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓർമ്മിച്ച് വെക്കുമ്പോൾ നമുക്ക് കിട്ടും ഒന്ന് അയലയാണ്, ഒന്ന് കരിമീനുമാണ്. ഇങ്ങനൊക്കെ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. സെറ്റാണ്, നമ്മൾ പൊളിക്കൂടോ. അടുത്തത് ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത് നമ്മൾ പഠിച്ചു. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിന് പറയുന്ന പേരെന്ത്? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതിന് പറയുന്ന പേരെന്ത്? എന്താണ് അതിന് പറയുന്ന പേര്? ആവാസ വ്യവസ്ഥ. നമ്മൾ പഠിച്ചതല്ലേ ആവാസ വ്യവസ്ഥ അല്ലേ? ആവാസ വ്യവസ്ഥ. അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 17ആണ്. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകം ഏത്? ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകം ഏത് എന്നുള്ളതാണ്. നമുക്ക് പറയാം സൂര്യനാണെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. സൂര്യനാണ് ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകമാണ് ഏത്? സൂര്യൻ എന്ന് പറയുന്നത്. അടുത്തത് സസ്യങ്ങൾ നന്നായി 18ാമത്തെ ചോദ്യമാണ് പറയുന്നത്. സസ്യങ്ങൾ നന്നായി വളരുന്നത് എവിടെയാണ്? മേൽമണ്ണിലാണ് സസ്യങ്ങള് നന്നായി വളരുന്നത്. എവിടെയാണ് സസ്യങ്ങൾ നന്നായി വളരുന്നത്? മേൽമണ്ണിലാണ്. ഇനി അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരുന്നത് മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനമുണ്ട്, അതിന് പറയുന്ന പേര് ഒരു ഓളജിയാണ്. എന്തോളജിയാണ്? യുക്തി എന്നൊക്കെ നമ്മൾ പറയൂലേ, ഇക്തിയോളജി. എന്താ പറയുന്നത്? ഇക്തിയോളജി എന്നാണ് നമ്മളുടെ ഈ ഒരു എന്തിനെ പറ്റി പഠിക്കുന്നത്? മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനത്തിന് പറയുന്ന പേര് അല്ലേ? റെഡി. അടുത്തത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത്? മനുഷ്യനാണോ? അല്ല. ആരാണ്? ആമയാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്ന് പറയുന്നത് ആരാണ്? ആമയാണ്. ഇനി അടുത്ത നോക്കാം. ഏറ്റവും വലിയ തവള. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ തവള എന്ന് പറയുന്നത് ഗോലിയാത്ത് തവളയാണ്. ഏതാണ് ഏറ്റവും വലിയ തവള എന്ന് പറയുന്നത്? ഗോലിയാത്ത് തവള. ഏതാണ്? ഗോലിയാത്ത്. 21 ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 21 ചോദ്യം എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഇതിന്റെ ഒരൊറ്റൊരു ഉത്തരം പോലും ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ നിൽക്കരുത്. ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. 1ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇനിയും ചോദ്യങ്ങളുടെ സെറ്റ് കൂടെ നമുക്ക് പറയാം. ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലുള്ള ഒരു 19 ക്വസ്റ്റ്യൻ 1 വേർഡിന്റെ ഉത്തരങ്ങൾ പട്ടികയൊക്കെ നമ്മൾ പഠിച്ചിരിക്കും. സെറ്റാണ്.
നിങ്ങൾ സെറ്റല്ലേ? ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം, പഠിച്ച് ഉഷാറാക്കി നമുക്ക് LSS വാങ്ങണം. നിങ്ങൾക്ക് കിട്ടൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ പണിയെടുത്താൽ നമുക്ക് കിട്ടൂടോ, ഉറപ്പുള്ള കാര്യം. നിങ്ങൾ ആരും പേടിക്കണം, ആരും പേടിച്ച് LSS കിട്ടുമോ അങ്ങനെ എല്ലാവർക്കും കിട്ടും, ഉറപ്പാണ്, ഉറപ്പുള്ള കാര്യം. നിങ്ങൾക്ക് കിട്ടും, ഉറപ്പല്ലേ? ഉറപ്പ് സെറ്റാണ്. നമുക്ക് LSS വാങ്ങി ഫോട്ടോ ഒക്കെ ഫ്ലക്സിലൊക്കെ അങ്ങനെ വെക്കണം എല്ലാവരും, വേണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് കാണണം, വേണ്ടേ? ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഓക്കെ, ബൈ ബൈ, സീ യു.